ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഈ റീഡിങ്ങിൽ വരുന്ന സിറ്റുവേഷൻസ്, ക്ലൂസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ഓഫ് വാൻഡ്സ് ആണ് ഇവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് നോക്കുകയാണെങ്കിൽ മേ ബി ഇപ്പോൾ നിങ്ങൾ ഒരു സെപ്പറേഷനിലായിരിക്കാം. നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വളരെ സ്ട്രോങ് ആണ് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അതുപോലെ ആ ഒരു സെപ്പറേഷനിൽ നിങ്ങൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഈ ഒരു ഹൃദയത്തിൽ വാൾ കടക്കുന്ന രീതിയിലുള്ള അത്തരം ഒരു വേദന നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. കുറച്ച് ആളുകൾക്ക് മാത്രം അതൊരു ഇവിടെ പെൻഡക്കിൾസ് വന്നിട്ടുകൊണ്ട് തന്നെ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. ഇങ്ങനെ സെപ്പറേഷനിലായി പോയ കുറച്ച് ആളുകളെ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ മെയിനായിട്ട് പറയാനായിട്ട് പറ്റുന്നത് ഒരു ലേഡിയാണ് ശരിക്കും ഈ ഒരു നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തേർഡ് പാർട്ടി, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു ലേഡി, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള എന്താണേലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സ്ട്രെങ്ത്, എനർജി കുറയുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വളരെ പോസിറ്റീവ് എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഇങ്ങനെ കുറഞ്ഞു പോകുന്നതായിട്ടും നിങ്ങളുടെ എനർജി കയറി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. അപ്പോൾ അവർ നിങ്ങളെ ഒരു കോൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യം ഷെയർ ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ട്. മേ ബി ആ ഒരു കാര്യം അവർ പറയുന്നതോടുകൂടി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രോബ്ലംസ്, നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എല്ലാം മാറുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഡിസിഷൻ അവർ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനുള്ള ഒരു ചാൻസ് ആണുള്ളത്. അവർ നിങ്ങളെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് വളരെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ആ വ്യക്തി വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഇടയിലുള്ള ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനാണ് മാറുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് പുതിയ വഴികളൊക്കെ അവർക്ക് തുറന്നു കിട്ടുന്നു, ഈ ഒരു സമയത്ത് തുറന്നു കിട്ടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനോട് അവരായിട്ട് തന്നെ ഫൈറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവർ നടത്തിയിരിക്കുന്നു.
എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്, അവർ സ്പിരിച്വലി മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും ഒന്നാവാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളോടൊപ്പം ഉള്ള ഒരു ലൈഫാണ് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫുൾഫിൽമെൻറ്റ് നൽകുന്നത്. നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് പാർട്ട്ണർ എന്നും അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. അപ്പം മേ ബി ലൈഫ് സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം, ആ ഒരു പേഴ്സൺ കാരണം നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയതായിരിക്കാം. മേ ബി അവരുടെ ഒരു പാരൻസോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആകാം. പക്ഷേ ഈ ഒരു സമയത്ത് അതെല്ലാം അവഗണിക്കാനായിട്ട് അവർ തയ്യാറെടുക്കുകയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും അവർ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പ്ലാനുകളൊക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു പ്ലാനുകളിലൂടെയൊക്കെ പോയി നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നും ഈ ഒരു തേർഡ് പാർട്ടീനെയൊക്കെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് നിങ്ങളിലേക്ക് വരണമെന്നും അവർ ആഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു നമ്പേഴ്സൊക്കെ, ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടായിരിക്കാം. 333 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ 33 എന്ന് പറയുന്ന 33 എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സായി 1111 കാണുന്നുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ്ങുകളെല്ലാം തന്നെ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഓരോ നമ്പറും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അതെന്താണ് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. Soul messages from your person. 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 Okay. Soul messages from your person. Okay. ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടുന്നത് ഐ ലവ് യു ആസ് യു ആർ. യെസ്, നിങ്ങൾ എങ്ങനെയാണോ അവരെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ അവരും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ്. സെക്കൻഡ് മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഐ ലവ് യു ബിക്കോസ് ഐ വിൽ നെവർ ഗെറ്റ് ടയേർഡ് ഓഫ് സ്പെൻഡിങ് ടൈം വിത്ത് യു. യെസ്, നിങ്ങളെ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. വീണ്ടും അവിടെ നമുക്ക് വീണ്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു മെസ്സേജ് തന്നെയാണ്. ഐ ലവ് യു, നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു മെസ്സേജാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഒരിക്കലും ടയേർഡ് ആയിട്ടില്ല. നിങ്ങളുമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ അവരൊട്ടും ടയേർഡ് ആയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. ഞാൻ നിനക്ക് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യുന്നു, ഒരു നല്ല റിലേഷൻഷിപ്പ് തരാനായിട്ട് ഓഫർ ചെയ്യുകയാണ് എന്ന് പറയുന്നു. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. ഓക്കെ, ഓൾറെഡി നമുക്ക് റീഡിങ് കിട്ടിയിട്ടുള്ളതാണ്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത്. ഓക്കെ, ഗീവ് മീ സം ലവ്, ഐ ആം സോറി. യെസ്, അവരെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളോട് മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാകാം, വല്ല ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടാകാം. അപ്പോൾ അതിനൊക്കെ അവർ ഈ ഒരു സമയത്ത് ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് കുറച്ച് സ്നേഹം തന്നാലും എന്ന് അവർ നിങ്ങളുടെ മുന്നിൽ യാചിക്കുകയാണ്. അടുത്ത മെസ്സേജ് ഐ മിസ് യു വെരി ബാഡ്ലി. യെസ്, അവർക്ക് വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത്. ഓക്കെ, ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. യെസ്, നീ ഇല്ലാത്ത ആ ഒരു എനിക്ക് ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, നീ ഇല്ലാത്ത അവസ്ഥയിൽ ഒരു എംപ്റ്റി, ശൂന്യതയാണ് ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്നത് നിങ്ങളില്ലാത്ത സമയത്ത്. ഐ കനോട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു. യെസ്, നിങ്ങളില്ലാതെ ഒരു ജീവിതം അവർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും, സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്ന മെസ്സേജസ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സോൾ മെസ്സേജസ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള. നമുക്കിനി കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, മെയ് മന്താണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂ എന്ന് പറയുന്നത്. മെയ് മന്ത് ഇതൊരു പോസിബിലിറ്റിയാണ്. അതുപോലെ ജനുവരി ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 1986 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2002 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1987 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്.
നമ്പർ 3 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 5 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ യു. എല്ലാ റീഡിങ്ങിലും ഇപ്പോൾ കണ്ടിന്യൂസ് വരുന്ന റീഡിങ്ങിലെല്ലാം ഒരു ലെറ്റർ യു നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ യു. ഓക്കെ. റോസ് കളർ. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ റോസ് കളർ അല്ലെങ്കിൽ റോസ് ഫ്ലവറൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കും. 2005 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1996 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് ടെമ്പേർഡ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളായിരിക്കാം. 1985 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ജെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂ ടീച്ചർ എന്നാണ്. അപ്പോൾ ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ടീച്ചറൊക്കെ ആകാൻ വേണ്ടിയിട്ട് പഠിക്കുന്നവരോ ട്രെയിനിങ് എടുക്കുന്നവരോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂസ്. അപ്പോൾ ഈ ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.